ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാലയാണ്. അപ്പോൾ ഉത്സവത്തിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പൊങ്കാലയാണ്. ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് അവിടെ പൊങ്കാല ഇടുന്നത്. എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ പൊങ്കാലയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര സന്തോഷം ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ശ്രീയേട്ടൻ എന്നെയും ജാനുമോളെയും കൂടെ അമ്പലത്തിൽ കൊണ്ടാക്കി. ഞങ്ങൾ ചെന്ന് സ്ഥലമൊക്കെ പിടിച്ചു, വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ച് നല്ല സമാധാനമായി നിന്ന് പൊങ്കാല ഇടുമായിരുന്നു. പക്ഷേ ചൂടും പുകയും കൂടെ അടിച്ച് കണ്ണീന്ന് മൂക്കിനും അത്രയും വെള്ളം വരുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടും ഭയങ്കര പുകയും കൂടെ ആയിരുന്നു. റൂഫിൽ ഷീറ്റ് കിടക്കുന്നതുകൊണ്ട് പുകയെല്ലാം കൂടെ അകത്ത് കിടന്ന് ഇങ്ങനെ ബലം വയ്ക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ പുകയ്ക്ക് ചുറ്റാകെ ഞാനിങ്ങനെ നിൽക്കുന്നില്ല, യക്ഷി നിൽക്കുന്നതൊക്കെ. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാലയൊക്കെ ഇട്ട് അവസാനം നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് കേട്ടോ. അവസാനം നേരിക്കാൻ നേരായപ്പോഴത്തേക്കും കർപ്പൂരമൊക്കെ കത്തിച്ച് ആരതി ഒഴിഞ്ഞ് എൻ്റെ പൊങ്കാല പായസമൊക്കെ നേരിച്ച് കിട്ടി. അങ്ങനെ നേരിക്കാറായപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എല്ലാമൊക്കെ പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. മഞ്ഞ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ഇഡ്ഡലി സാമ്പാറും വടയും ചമ്മന്തിയൊക്കെ ആയിരുന്നിട്ട് കിടിലം ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ നേരം ശ്രീയേട്ടൻ പറഞ്ഞു ഒറ്റയ്ക്ക് നടന്നങ്ങ് പോയാൽ മതി, അവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് സന്തോഷമായി അങ്ങ് നടന്നങ്ങ് പോയി കേട്ടോ. നല്ല ടയേർഡായിരുന്നു എന്തായാലും, പക്ഷേ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വയലേ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങ് പോയി. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഉണ്ടാക്കിയ പായസം ഞാനൊരു കുഞ്ഞ് ഗ്ലാസ്സിലെടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല മധുരമൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.